പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷ പഠനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഒരു സെഷനായിട്ട് മാത്രം 2-3 വാക്യങ്ങളേ ഉള്ളൂ, നമുക്കറിയാവുന്ന ഒരു ഭാഗവുമാണ്. വിധവ കാണിക്കയിടുന്നത് കർത്താവ് പ്രശംസിക്കുന്നത്. പക്ഷേ അത് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു യൂണിറ്റ് പ്രത്യേകം മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വളരെ ശ്രദ്ധ നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാവണം. നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ഈ ഭാഗം ഇനി 13-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ദേവാലയ നാശത്തെക്കുറിച്ചും ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും ഈശോ പഠിപ്പിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ലോകാവസാനത്തെക്കുറിച്ചും ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായമാണ് 13-ാം അധ്യായം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അപ്പോൾ ഈ 13-ാം അധ്യായം ആണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡിസ്കോഴ്സ്, ഏറ്റവും ദീർഘമായ പ്രബോധനം. അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും നീളം കൂടിയ യേശുവിൻ്റെ പ്രബോധനം 13-ാം അധ്യായമാണ്. എന്തിനെക്കുറിച്ചുള്ളതാണ്? ദേവാലയം നശിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും, ലോകാവസാനം എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ചും. അപ്പോൾ ഈ ഒരു ഭാഗം 13-ാം അധ്യായം കഴിഞ്ഞ് പിന്നീട് ഈശോയുടെ പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു സംഭവം കൂടി കാണും. വിധവ കാണിക്കയിട്ടത് ഒരു സംഭവം, അതിൻ്റെ തുടക്കം. അതിനുശേഷം 13-ാം അധ്യായം എന്ന് പറയുന്ന ദീർഘമായ അധ്യായം. അതിൻ്റെ ഒടുവിൽ മറ്റൊരു സ്ത്രീ എന്തു ചെയ്യും? അവൾ ഉണ്ടായിരുന്ന മുഴുവൻ തുകയും കൊടുത്ത് തൈലം വാങ്ങി യേശുവിനെ അഭിഷേകം ചെയ്തു. ഈ 2 സ്ത്രീകളുടെ 2 സമർപ്പണത്തിൻ്റെ ഇടയിലാണ് കർത്താവ് ഈ 13-ാം അധ്യായം പറയുന്നത്. മനസ്സിലായോ? അതായത് 2 സ്ത്രീകളുടെ സമർപ്പണം. അപ്പോൾ ആദ്യത്തെ സ്ത്രീ എവിടെയാണ് നിക്ഷേപിച്ചത്? ദേവാലയ ഭണ്ഡാരത്തിൽ, ദേവാലയത്തിൽ. അപ്പോൾ ആദ്യത്തെ സ്ത്രീ സമർപ്പിച്ചത് ദേവാലയത്തിനാണ്. രണ്ടാമത്തെ സ്ത്രീ സമർപ്പിച്ചത് ആർക്കാണ്? പുതിയ ദേവാലയമായ യേശുവിനാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനിടയ്ക്കാണ് പഴയ ദേവാലയം തകർക്കപ്പെടുന്നതിനെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അതായത് പഴയ ദേവാലയത്തിന് ഒരു സ്ത്രീ സമർപ്പിക്കുന്നു. അതിനുശേഷം കർത്താവ് പറയാണ്, ഈ പഴയ ദേവാലയം തകർക്കപ്പെടും. അതിനുശേഷം വേറൊരു ദേവാലയം, ജെറുസലേം ദേവാലയത്തിന് പകരമുള്ള ആ ദേവാലയമാണ് യേശുവിൻ്റെ ശരീരം. ആ ശരീരത്തിന് മറ്റൊരു സ്ത്രീ സമർപ്പണം നടത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ദേവാലയ നാശം ഈ 2 എപ്പിസോഡുകൾക്കിടയിലാണ് മർക്കോസ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ അവസാനത്തേക്ക് മാറ്റിവെച്ചത് ഈ ഭാഗം. അപ്പോൾ നമുക്കിനി അതിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ നോക്കാം. വിധവയുടെ കാണിക്ക. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. ഇപ്പോൾ ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം വരുന്നത് ഏത് ഭാഗത്തിന് ശേഷമാണ്? വിധവ കാണിക്കയിടും തൊട്ട് മുമ്പ് നമ്മളെന്താ കണ്ടേ? നിയമജ്ഞരെക്കുറിച്ച്, അവരുടെ കാപട്യം. അപ്പോൾ അതിനെക്കുറിച്ച് ഈശോ അവസാനം പറഞ്ഞെന്താ? അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്ന നിയമജ്ഞരെ ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് അതിന് ഓപ്പോസിറ്റായിട്ട് നന്നായി ആത്മീയത ജീവിക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചു തരികയാണ്.
കാപട്യത്തിൽ ആത്മീയത ജീവിക്കുന്ന ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിന് പാരലായിട്ട് കർത്താവ് ജനുവിനായ ആത്മീയത ജീവിക്കുന്ന ആളുകളെ കാണിച്ചു തരികയാണ്. അതാണ് ഇവിടെ നിയമജ്ഞരെ വിമർശിച്ചപ്പോൾ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നവരെന്ന് അവരെ അഭിസംബോധന ചെയ്തതിന് ശേഷം കർത്താവ് പറയുകയാണ്, എന്നാൽ നിങ്ങളെക്കാൾ എത്രയോ നല്ല വിശ്വാസികൾ ഈ സമൂഹത്തിലുണ്ട്, ഇതാ കണ്ടോ, ഇതേ ഒരാളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ വിധവയെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർത്തി നിറഞ്ഞ് വിധവകളുടെ ഭവനങ്ങളെ വിഴുങ്ങിയ നിയമജ്ഞർക്ക് വിപരീതമായൊരു മാതൃകയാണിത്. അപ്പോൾ ഈ ഭണ്ഡാരത്തിന് എതിർവശത്ത് കർത്താവ് ഇരിക്കണം. ഭണ്ഡാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള നമ്മൾ കണ്ടിട്ടുള്ള പള്ളികളിലൊക്കെ വെച്ചിട്ടുള്ളൊരു നേർച്ചപ്പെട്ടിയെ നിങ്ങൾ സങ്കല്പിക്കരുത്. ജെറുസലേം ദേവാലയത്തിലെ ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ 13 ഭണ്ഡാരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വലിയ ഭണ്ഡാരങ്ങളാണ്. അപ്പോൾ ആ ഭണ്ഡാരത്തിൽ നമ്മളിന്ന് നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടണമെങ്കിൽ കള്ളന്മാരെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അതിന് ചെറിയൊരു ദ്വാരമല്ലേ ഉള്ളൂ. നമ്മളതിനിങ്ങനെ ഞെരുക്കി പ്രയാസപ്പെട്ട് കാണിക്കിടണം. അവിടെ അങ്ങനല്ല, അവിടെ ഇതിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൊണ്ട് എറിഞ്ഞിട്ടാണ് ഈ പോകുന്നത്. മനസ്സിലാണോ? വലിയ ഭണ്ഡാരമാണ്, അവിടെ കൊണ്ടുവന്ന് എറിയും. ഇങ്ങനെ എറിഞ്ഞിട്ടാണ് പോകുന്നത്. 13 ഭണ്ഡാരമുണ്ട്. ഈ 13 ഭണ്ഡാരം എന്തിനാണ്? ഓരോ കാര്യത്തിനും ഓരോ ഭണ്ഡാരമാണ്. ഇപ്പോൾ ദേവാലയം പുതുക്കി പണിയാനുള്ള കോൺട്രിബ്യൂഷൻ ഇടേണ്ടത് ഈ ഭണ്ഡാരത്തിന്, പുരോഹിതന്മാർക്ക് ചിലവിനുള്ള പൈസ കൊടുക്കാനുള്ളത് ഇവിടെ, അല്ലെങ്കിൽ വേറെ ദേവാലയത്തിന് ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കാൻ ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓരോ ഇൻറ്റൻഷനും വേണ്ടി ഓരോ ഭണ്ഡാരം, അങ്ങനെ 13 ഭണ്ഡാരം. അപ്പോൾ കർത്താവ് അതിന് അല്പം മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറിയിരുന്നിട്ട് കർത്താവ് മാത്രമല്ല, ഈ ഭണ്ഡാരത്തിൻ്റെ മാതൃക ഒരു പ്രത്യേക രസത്തിലാണ്. അതായത് കാഹളത്തിൻ്റെ മാതൃകയിലാണ്, ട്രംപറ്റ്, ഈ കാഹളത്തിൻ്റെ മാതൃകയിലാണ് ഈ ഭണ്ഡാരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞൊരു വചനമില്ലേ, എന്താണ്? നിങ്ങൾ നേർച്ച കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുമ്പോൾ കാഹളം മുഴക്കരുത്. ഈ കാഹളം മുഴക്കരുതെന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്നറിയാം, നമ്മൾ ഈ കാഹളം ഊതുന്നത് മാത്രമല്ല, ആളുകളെ അറിയിക്കാൻ വേണ്ടി കുഴലൂതുന്ന മാത്രമല്ല, ഈ കാഹളം മുഴക്കരുതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടേതുപോലെ നോട്ടല്ല. നമ്മളിപ്പം പള്ളിയിൽ നോട്ടാണോ ഇടുന്നത്? എന്തെങ്കിലും ഇപ്പം നോട്ട് അല്ല, കോയിനാണെല്ലാം, മെറ്റൽ കോയിനാണ്. മനസ്സിലായി? ചെമ്പ് നാണയങ്ങളാണ് എല്ലാം. അപ്പോൾ ഈ മെറ്റൽ കോയിൻ കൊണ്ടുപോയി വലിച്ചെറിയുമ്പോൾ ഈ കാഹളം മുഴങ്ങും. കാഹളം മുഴക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ഇതാണ്. എന്താണ്? ഈ കാഹളം മുഴങ്ങും. കാഹളം എങ്ങനെ മുഴങ്ങുന്നത്? കണാങ്ങ് കേൾക്കും. ഈ നാണയം വീണതിൻ്റെ സൗണ്ട് കേൾക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഈ കാഹളം മുഴങ്ങുക. കാഹളം മുഴങ്ങി. എന്താണ് ഈ കാഹളം? ഈ ഭണ്ഡാരം കാഹളത്തിൻ്റെ മാതൃകയിലാണ്. അപ്പോൾ അത് മുഴങ്ങി. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളിങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി നേർച്ച ഇടരുത് എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ പോട്ടെ. അപ്പോൾ ഈ മെറ്റൽ കോയിൻ എറിയുമ്പോൾ ഈ ക്ലാങ്ക് വോയിസ്, ക്ലാങ്ക് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതാണ്. ഈ ക്ലാങ് എന്ന് പറയുന്ന സൗണ്ടിന് പറയുന്ന പേരാണത്, ക്ലാങ്ക്. അത് ഇങ്ങനെ നമ്മൾ ഒരു മെറ്റൽ നിലത്തിടുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്ലാങ്ക് വോയിസ് കേൾക്കാം. അപ്പോൾ അത് കേൾപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം എറിയും. അപ്പോൾ എല്ലാവരും എന്തു ചെയ്യും? തിരിഞ്ഞു നോക്കും. ഒരു ധനാഢ്യനായ മനുഷ്യൻ. അപ്പോൾ ഒന്നാണോ എറിയുന്നത്? കുറേ എറിയും ഇങ്ങനെ. ഇവിടെ നിന്നിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഈ മനുഷ്യർ, അതായത് ധനാഢ്യനായ മനുഷ്യർ പണം എറിഞ്ഞ് ഈ ക്ലാങ്ക് വോയിസ് കേൾപ്പിച്ച് നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾ കൊടുക്കുന്നവരാണെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനം. അപ്പോഴാണ് ഒരു ദരിദ്രയായ വിധവ, ദരിദ്രയുമാണ് വിധവയുമാണ്, ഈ അനാവിം യാവേ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അനാവിം യാവേ, യഹോവയുടെ പാവങ്ങൾ. ഇത് ബൈബിളിൽ പഴയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പരാമർശമാണ്. അനാവിം യാവേ, യഹോവയുടെ പാവങ്ങൾ, ദ പുവർ ഓഫ് യാവേ. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ദരിദ്രര്, വിധവകൾ. നമ്മുടെ പ്രത്യേകം എന്നറിയാം, അവർക്ക് ദൈവം മാത്രമേ ഉള്ള ആശ്രയം. സമ്പത്തിൽ ആശ്രയം വെക്കാൻ സമ്പത്ത് അവരുടെ കയ്യിലില്ല. അപ്പം അങ്ങനെ ഒരു പാവം അമ്മച്ചി ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്നിട്ട് അവളുടെ കയ്യിൽ 2 ചെമ്പ് നാണയങ്ങൾ. 2 ചെമ്പ് നാണയം എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ നാണയം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 5 പൈസ ഇല്ല. 5 പൈസ നീ കണ്ടിട്ടുണ്ടോ? 5 പൈസ ഞാൻ കണ്ടിട്ടുണ്ട്. 5 പൈസ ഇന്നിപ്പോൾ 5 പൈസ ഇല്ല. 5 പൈസ ഇല്ലെന്ന് തോന്നും, 10 പൈസ ഒന്നും ഇല്ലെന്ന് തോന്നിപ്പോൾ. 5 പൈസ ഉള്ള കാലത്ത് അമ്മച്ചി ഇട്ടത് 2 5 പൈസയാണ്. മനസ്സിലായോ? അപ്പോൾ അതേ 100, 500, 1000 ഒക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത്
അമ്മച്ചി ഇട്ടത് 2 5 പൈസ, അവിടുത്തെ ആ സർക്കുലേഷനിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ നാണയം. ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. ഇപ്പം കർത്താവ് എന്ത് ചെയ്തു? നിങ്ങൾ ശ്രദ്ധിച്ചേ. ധനാഢ്യരായ മനുഷ്യർ ഈ ക്ലാങ്ക് വോയിസ് കേൾപ്പിച്ചിട്ടപ്പോൾ ആര് കണ്ടു? നാട്ടുകാർ കണ്ടു. ഈ പാവ അമ്മ ഈ 2 5 പൈസ ഇട്ടപ്പോൾ കർത്താവ് കണ്ടു. ഇതാ വ്യത്യാസം. ആര് കാണണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതാ പ്രശ്നം. ഇത് ആര് കാണാനാ? മനുഷ്യർ കാണാനാണെങ്കിൽ അവിടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു മനുഷ്യരുടെ. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, പുതിയ നിയമത്തിലെ പ്രവൃത്തിയുടെ പ്രത്യേകത പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഇതാണ്, നമ്മൾ എന്തു കൊടുത്തു എന്നല്ല, എന്ത് ആന്തരികതയോടെ, എന്ത് ഹൃദയത്തോടെ, എന്ത് ഇൻറ്റൻഷനോടെ കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ദൈവം നോക്കുന്നത് നമ്മുടെ കയ്യിലെ തുകയിലല്ല, ഈ തുക കൊടുക്കുന്നവൻ്റെ ചങ്കിലാണ്. ആ വ്യത്യാസമുണ്ടത്. അപ്പോൾ അതാണ് ആ നോട്ടം. കർത്താവ് അത് നിങ്ങൾ നോക്കി, ഇത് ഈ കർത്താവ് ദേവാലയ ഭണ്ഡാരത്തിന് എതിരെ ഇരുന്നിട്ട് ധനാഢ്യന്മാരായ മനുഷ്യർ ഇത് ഇങ്ങനെ ചിലമ്പിച്ച ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഈ നാണയം ഇടുമ്പോൾ കർത്താവ് പരിഹാസത്തോടാണ് ഇത് നോക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, എന്നാൽ ഈ പാവപ്പെട്ട അമ്മ ഈ 2 5 പൈസ ഇട്ടപ്പോൾ ഞാൻ ഉറപ്പായിട്ട് എനിക്ക് വിശ്വാസമുണ്ട് ഈശോയുടെ കണ്ണ് ഇങ്ങനെ നനഞ്ഞൊഴുകി കാണും. ഈശോ ആരെ ഓർത്തിട്ടുണ്ടാവും? മറിയത്തെ, മാതാവിനെ ഓർത്തിട്ടുണ്ടാവും. എൻ്റെ അമ്മ പള്ളിയിൽ പോകുമ്പോഴും ഇങ്ങനെയാണ്, ഇതേ ഇടാൻ എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ ഇതേ ഉള്ളല്ലോ എന്ന് ഓർത്തിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ അമ്മ അത് ഇടും എന്ന് ഓർത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ണ് നനഞ്ഞ ഈ കാണുന്നേ. എന്നിട്ട് അതിങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് കർത്താവ് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സത്യമായി, കണ്ടോ, ആമേൻ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, ഇവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവള് ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. 2 തരത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിക്കാം, സമൃദ്ധിയിൽ നിന്ന് കൊടുക്കാം, അതുപോലെ തന്നെ ഞെരുക്കത്തിൽ നിന്നും കൊടുക്കാം. ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ക്രിസ്ത്യൻ ചാരിറ്റിയുമുണ്ട്, സെക്കുലർ ചാരിറ്റിയുമുണ്ട്. ഒരു കാര്യം, ക്രിസ്ത്യൻ ചാരിറ്റി, ഇപ്പം നമ്മൾ ചാരിറ്റി ചെയ്യുന്നവരാണ് എന്ന് അഹങ്കരിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്നത് കേട്ടോണം. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചാരിറ്റി ചെയ്യുന്ന 0.5% ആളുകൾ പോലുമില്ല. ക്രിസ്ത്യൻ ചാരിറ്റി നടത്തുന്ന 0.5% ആളുകൾ പോലുമില്ല, ഞാൻ ഉൾപ്പെടെ. ഞാനും ആളുകളെ സഹായിക്കുന്ന ആളാണ്. പക്ഷെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, സെക്കുലർ ചാരിറ്റിയാണ്. എന്താണ് സെക്കുലർ ചാരിറ്റി? ഇഷ്ടം പോലെ ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുന്നു. വാട്ട് ഈസ് ക്രിസ്ത്യൻ ചാരിറ്റി? നിനക്കുള്ളത് മാറ്റിവെച്ചിട്ട് കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞ അർത്ഥത്തിൽ നമ്മളൊന്നും ആരെയും സഹായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സഹായിച്ചപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കാതിരുന്നത്. നമ്മൾ സ്തോത്രാഴ്ച എടുക്കാൻ ചെല്ലുമ്പോൾ, സ്തോത്രാഴ്ച എടുക്കുന്ന സ്ഥലത്ത് മനുഷ്യർ നോക്കുന്നത് നമ്മൾ ഇടുന്ന പൈസയിലാണ്, കർത്താവ് നോക്കുന്നത് ഇട്ടിട്ട് നമ്മൾ തിരിച്ചു വെക്കുന്ന പേഴ്സിലാണ്. വ്യത്യാസമുണ്ട്. എത്ര ഇട്ടെന്നാണ് മനുഷ്യർ നോക്കുന്നത്, കർത്താവ് പറഞ്ഞ് എത്ര ബാക്കിയുണ്ടെന്നാണ് കർത്താവ് നോക്കുന്നത്. ഈ കൊടുത്തിട്ട് നിനക്ക് എന്നാ മെച്ചമുണ്ട്? ഇപ്പം എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഇരിക്കുകയാണ്, അപ്പം ഞാനകത്ത് 5 ലക്ഷം രൂപ കൊടുത്തു. കഥയൊന്നുമില്ല അതിനകത്ത്, ഒരു കഥയില്ല. കഥയില്ലെന്ന് ഞാൻ പറയുന്നില്ല, ദാനധർമ്മത്തിന് അതിൻ്റെ അനുഗ്രഹമുണ്ട്. കഥയില്ലെന്ന് പറഞ്ഞാൽ തെറ്റാവും, കഥയൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ ചാരിറ്റി ഒന്നുമല്ല. ഞാൻ എന്തിനു പറയുന്നത്, ഒന്നിനെ വില കുറച്ച് കാണാനല്ല, നമ്മൾ ഒന്നിൽ അഹങ്കരിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. നമ്മൾ ഈ മനുഷ്യരെ സഹായിച്ചതിൻ്റെ പേരിൽ ഒത്തിരി പൊങ്ങച്ചം കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, യേശുക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞ വിധത്തിലൊന്നും നമ്മൾ ആരെയും സഹായിച്ചിട്ടില്ല. ഒരു നല്ല മനുഷ്യൻ ലോകത്തുള്ള ആളുകൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അത്രയുമേ നമുക്ക് ഭാവിക്കാനുള്ളൂ എന്ന് ഞാൻ പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞതാണ്. അല്ലാതെ ലോകത്തുള്ള നല്ല മനുഷ്യരൊക്കെ മറ്റുള്ളവരെ സഹായിച്ചതിനൊന്നും വിലയില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് കൊടുക്കുമ്പോൾ പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. എന്താഗ്രഹിക്കാം? ഇപ്പം നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ സാധനം പറക്കി വിറ്റിട്ട്
ഇത് വിറ്റിട്ട് പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കാനുള്ള ബലമൊന്നും ഇപ്പം എനിക്കില്ല. മനസ്സിലായല്ലോ? ഇപ്പം ഇല്ല. പക്ഷെ എനിക്കെന്ത് ആഗ്രഹിക്കാം. അപ്പം ഞാൻ അത് ചെയ്യുന്നിടം വരെ വളർന്നാൽ ഞാനൊരു ക്രിസ്ത്യാനി ആവുമെന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ധാരണ ഉണ്ടാവണം. ഒരിക്കൽ ഞാനങ്ങനെ ചെയ്യും എന്ന് ആഗ്രഹിക്കണം. ഒരിക്കൽ ഞാൻ അങ്ങനെ ആകും എന്ന് കർത്താവിൻ്റെ കൃപയിൽ പ്രത്യാശിക്കണം. അപ്പം ലക്ഷ്യം എപ്പോഴും അതായിരിക്കണം. മനസ്സിലായോ? ഇപ്പം ചെയ്യുന്ന ചാരിറ്റി എല്ലാം നല്ലതാണ്. എന്നാൽ അതേസമയം തന്നെ അതൊക്കെ ഛേദമില്ലാത്ത ഉപകാരങ്ങളാണ്. അതൊന്നും ഈ കൊടുക്കുന്നവനെ മുറിപ്പെടുത്തിയിട്ടില്ല. കൊടുക്കുന്നവൻ ഈ കൊടുത്തതിൻ്റെ പേര് പ്രത്യേകിച്ച് സങ്കടമൊന്നും ഉണ്ടായി. ആർത്തി ഉള്ള ആൾക്ക് 50 രൂപ പോകുമ്പോൾ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ, അല്ലാതെ ഈ കൊടുത്തതിൻ്റെ പേരിലേ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് കൊടുത്താൽ ദാറ്റ് സ്ട്രൈക്സ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്കിപ്പോൾ വിലപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ വൈകിട്ട് അത്താഴം കഴിക്കാൻ 500 രൂപയുണ്ട്. 500 രൂപ ഒരാൾ തന്ന, അച്ഛൻ നല്ലൊരു ഭക്ഷണം കഴിച്ചോ, ആ ഭക്ഷണം വേണ്ട, ഇന്ന് രാത്രി ആഹാരം കഴിക്കേണ്ട, ആ 500 രൂപ പാവപ്പെട്ടവൻ വരുമ്പോൾ കൊടുത്താൽ ദാറ്റ് സ്ട്രൈക്സ്. അപ്പോൾ ഒരാൾ തിരിഞ്ഞു നോക്കും. ഒരു നീളം മൂടിയുള്ള ഒരാൾ ഇങ്ങനെ നോക്കും. മറ്റേന്ന് മൈൻഡ് ചെയ്യില്ല. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. നിന്റെ സാമർഥ്യം നിന്ന് കൊടുത്തത്, വാട്ട് വാല്യൂ, വാട്ട് വെർച്യൂ. ഞാൻ ഒന്നിനെ നിസ്സാരമായി കാണാനല്ല. ഇപ്പോൾ പൈസ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ മനോവിഷമം വരരുത്. അയ്യോ, മറിച്ച് ദാനധർമ്മം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തും എന്ന ബൈബിൾ വചനം സത്യമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നൊരു നിലവാരത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്താൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വലിയ അഹങ്കാരമൊന്നും പറയാനൊന്നുമില്ല. ആരെങ്കിലും തന്നു, കൊടുത്തു. അതിനപ്പുറത്ത് എന്താ ഈ ചാരിറ്റി? വല്ലവരും എൻ്റെ കൊണ്ട് തന്നു, ഞാൻ കൊടുത്തു. അതിനകത്ത് ഇപ്പം എന്താ പുണ്യം? ഒരു പുണ്യമില്ല. അതിനകത്തൊന്നും ഗമ വെക്കരുതെന്ന് ഞാൻ പറയുന്നത്. അതിനകത്തൊന്നും ആളാവരുത്. അഭിമാനിക്കുന്നവൻ കർത്താവിലെ അഭിമാനിക്കും, വേറെ ഒന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ സെക്യുലർ ചാരിറ്റി ഇതെനിക്ക് വലിയ ഭാരം തന്നു ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ. അതായത് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മളെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഇതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ഭാരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ആ ഭാരം പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ ചാരിറ്റിയും സെക്യുലർ ചാരിറ്റിയും വ്യത്യാസമുണ്ട്. മറ്റേത് ലോകത്തുള്ള ഏത് മനുഷ്യനും ചെയ്യാം, അല്ലേ? പൈസ കുറച്ച് വന്നു, അതിൽ നിന്ന് കുറച്ച് കൊടുത്തു. അതല്ല, ഇട്ടതല്ല ദൈവം നോക്കിയത്, ഇട്ടിട്ടെന്ത് ബാക്കി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടാൻ കയ്യിലെടുത്ത പണമല്ല. ഇപ്പം കയ്യിൽ പൈസ എടുത്തിട്ട് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കുക എന്നൊക്കെ പറയത്തില്ലേ? ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. ഈ പിടിച്ചതിനകത്തൊന്നും കർത്താവ് മൈൻഡ് പോലും ചെയ്യത്തില്ല. നോക്കും കേട്ടോ. മീൻ വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസയാണ് പാവം അമ്മച്ചി എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചു. ആ കൈ കർത്താവ് നോക്കും. അതൊക്കെ വെറുതെ മനുഷ്യ സ്വത്രാഴ്ച ഇടിക്കാൻ നമ്മൾ കാണിച്ച ടെക്നിക്കുകളെന്നുള്ളതല്ലാതെ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഒരു കാര്യമില്ല. ഇല്ലെന്ന് കാര്യമില്ല. ഞാനും പണ്ട് കണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യിക്കത്തില്ല. കാരണം നാണക്കേടാണ്. കാരണം ഉയർത്തിപ്പിടിച്ച് ഒരു കഥയില്ല. അതേസമയം ഈ അത് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മറ്റേ പേഴ്സ് എടുത്ത് ഉയർത്തിപ്പിടിച്ചായിരുന്നെങ്കിൽ വല്ലതും പിന്നെയും വല്ലതും എന്തെങ്കിലുമൊക്കെ നടന്നേനെ. പോട്ടെ. അപ്പോൾ ഇവിടെ കർത്താവ് വേറൊരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അതേതാണ്? എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. സംഭാവന, ഡൊണേഷൻ. എന്നാൽ ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ള വക മുഴുവൻ, ഉപജീവനത്തിലുള്ള വക മുഴുവൻ നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 2 വാക്ക് ശ്രദ്ധിച്ചോണം. സമൃദ്ധിയിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതിൽ നിന്ന് നമ്മൾ എടുത്ത് എന്തെങ്കിലും കൊടുക്കുന്നതിനെ സ്വർഗം വിളിക്കുന്ന പേര് ഡൊണേഷൻ എന്നാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഡൊണേഷൻ കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? ഡൊണേഷൻ കൊടുത്തവൻ നമ്മളെ വഴി കണ്ട മൈൻഡ് ചെയ്യത്തുപോലുമില്ല. എന്നാൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പൈസ നിക്ഷേപിച്ചാലോ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കിട്ടും. സെക്കുലർ ചാരിറ്റിക്ക് വലിയ പ്രതിഫലമൊന്നുമില്ല. ക്രിസ്ത്യൻ ചാരിറ്റിക്ക് പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കിട്ടും. കാരണം അത് മറ്റേത് ഡൊണേഷനാണ്, ഇത് നിക്ഷേപമാണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിധവ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു അമ്മച്ചിയാണിത്. ഇത് നമ്മൾ പ്രസംഗിക്കാനൊക്കെ നമ്മൾ വലിയ താല്പര്യത്തോടെ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇനി മേലാൽ ഇത് എടുക്കുമ്പോൾ ചങ്ക് പടയ്ക്കാൻ തുടങ്ങും. കാരണം ഈ അമ്മച്ചി വല്ലാത്തൊരു അമ്മച്ചിയാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഈ ദേവാലയ പരിസരത്തേക്ക് മണ്ടി മന്ദം ഇങ്ങനെ നടന്നു വന്ന ഈ അമ്മ നമ്മുടെ നിദ്രകളെ ഭംഗം വരുത്തിയിട്ടാണ് നടന്നു പോകുന്നത്.
അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ച്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെയൊക്കെ നിക്ഷേപിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, മനസ്സിലായി? ആജീവനാന്തം ജോലി ചെയ്താൽ മാത്രം കടം വീട്ടാൻ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യയിലെ ഒരു പിതാവ്, ഒരു മെത്രാൻ, അദ്ദേഹം പറഞ്ഞാണ്, സംഭവം ഞാൻ പറയുന്നില്ല, ഒരു മനുഷ്യൻ, ഒരു പ്രസ്ഥാനം, ഒരു ദൈവ ശുശ്രൂഷയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആജീവനാന്തം മുഴുവൻ എന്ന് പറഞ്ഞാൽ അയാൾ ആയുസ്സുള്ള കാലം മുഴുവൻ ലോൺ അടച്ചാലേ തീരൂ, അത്രയും തുക ലോൺ എടുത്ത് ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് കൊടുത്തിട്ട് എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീടും പറമ്പും വസ്തുവും ബിസിനസ്സും എല്ലാം പണയപ്പെടുത്തി പണമെടുത്ത് ഒരാത്മീയ ശുശ്രൂഷയ്ക്ക് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ മാസം അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് കൈവിട്ട കളി. ഈ വിധവയുടെ ലൈനിലെ കൊച്ചുമകനായിട്ട് വരുന്നൊരു ആളാണ് ആ ചേട്ടൻ. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊന്നും പറ്റില്ലത്. നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ചിലൊന്നും അല്ലത്. സമ്പത്തിൽ ഒരാശ്രയം വെക്കാതെ ദൈവത്തിൽ 100% ആശ്രയം വെച്ച ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ലോകത്തിൽ ഒരു നോട്ടം വെച്ച ആൾക്ക് ചെയ്യാൻ പറ്റില്ലത്. നിസ്സാരമല്ലത് പറയുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് അഹങ്കരിക്കുന്നവരാണ് ഞങ്ങൾ. കർത്താവേ, അതൊന്നും അഹങ്കരിക്കാനൊരു വകയുമല്ല എന്ന് ഞങ്ങളെ ഈ എപ്പിസോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിധവ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശംസിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളെയും അതൊന്നും ദൈവത്തിൻ്റെ കണ്ണിൽ വലുതല്ല എന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. കർത്താവെ, ആ വചനം ഏറ്റെടുക്കാൻ, ഹൃദയത്തിൽ ഏറ്റെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കൃപാവരം അങ്ങ് ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.